പിടിക്കാൻ കിട്ടി എലി. പിടിക്കാൻ കിട്ടില്ല ഇതിനെ. 4 ദിവസമായി വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നിരങ്ങണ്. ഇവനെ തല്ലി കൊല്ലാനും പറ്റുന്നില്ല. ഈ ഓടിക്കളാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു ഐഡിയ ഉണ്ട്. നിന്നെ ഞാനിന്ന് ചവിട്ടി പുറത്താക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഈ ഷെൽഫിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ചായയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആ എലി വന്ന് ഇത് കഴിക്കുമ്പോൾ അവൻ ചത്ത് പണ്ടാരടങ്ങും. കുറച്ചൊന്ന് പോയി മയങ്ങട്ടെ. സീജ രാവിലെ അങ്ങോട്ടോ പുറത്ത് പോയിരിക്കുക. ക്ഷീണം കൊണ്ടാണ് സഹിക്കാനും പറ്റുന്നില്ല. കുറച്ച് കിടക്കട്ടെ. ടോമിയണ്ണൻ ഭയങ്കര വിശപ്പുണ്ട്. ടോമിയണ്ണ അണ്ണൻ എവിടെയാ? ഉറങ്ങായിരിക്കും. ഈ നേരം എന്നും ഉറക്കം പതിവുള്ളതാ. എനിക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു സ്നേഹമാണ് നോക്കണേ. എന്തായാലും ഇത് കുറച്ച് കുടിച്ചേക്കാം. നല്ലത് ഉറക്കം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ. എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചാരിയിരിക്കാം. നല്ല ഉറക്കമായിരുന്നു. കഴിഞ്ഞ് സീജ നീ വന്നോടാ. അമ്പു ഇതെന്താ? ഇതെന്തുവാ? ഇതിലേത് ശരിക്കുള്ള സീജ? ഞാനങ്ങനെ തിരിച്ചറിയാനാ? നീ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളേ? ഞാനാണ് ശരിക്കുള്ള സീജെ. എന്താ ചെയ്യാ? ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവിടെ ക്യാമറയുണ്ട് സീജയുടെ. അതെടുക്ക്. ക്യാമറ എടുക്ക്. ഇതെടുത്ത് ഫോട്ടോ എടുത്തൊരു സയൻറ്റിസ്റ്റിന് കാണിച്ചു കൊടുത്ത അയാൾ ഇതിൻ്റെ മറുപടി എടുത്ത് തന്നോളൂ. ഓക്കെ, ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ സീജ, ഇനി പറ, നീ ഇങ്ങനെ ആയത്? ചായ കുടിച്ചതാണ്. ആ ടേബിളിലുണ്ടായിരുന്ന. ഓടാ മണ്ട, അത് ഞാൻ ചായ എലിവിഷം കലക്കി വെച്ചതാണ്. ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറത്തോട്ട് അവന്മാർ വന്നാൽ സീനാവും. ഏതായാലും സീജയുടെ ബൈക്ക് അപ്പുറത്ത് പോർച്ചിൽ കിടപ്പുണ്ട്. ഇതെടുത്തിട്ട് വേഗം ആ സയൻറ്റിസ്റ്റിനെ കാണാൻ പോവാം. എന്നാലും ആ മണ്ടൻ ആ ചായ എടുത്ത് കുടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ ആ എലിവശം കലക്കി വെച്ചതാ. അവനറിയില്ലേ ഞാൻ അടുക്കളയത്ത് ഒരു പണി എടുക്കാത്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടനെ മനസ്സിലാക്കിക്കൂടെ ഞാൻ ആ ചായ കലക്കി വെച്ചത് അവന് വേണ്ടിയല്ലാന്ന്. ആ സയൻറ്റിസ്റ്റ് പ്രശ്നമായി. അയാളിപ്പോൾ ഉള്ളത് ഏരിയ 61-നകത്താണല്ലോ. അവിടെയാണല്ലോ അയാൾക്ക് ജോലി. എന്തായാലും എൻ്റെ ഫ്രണ്ടിന് വേണ്ടി എന്ത് അപകടം നേരിട്ടും ഞാൻ അവിടെ എത്തിയിരിക്കണം. ഞാൻ അങ്ങോട്ടുള്ള വഴി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് അമോനാഷനിലൊന്ന് കയറണം. അവിടെ എത്തുമ്പോൾ എന്തും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അമോനാഷനിൽ പോയി ഞാനൊരു കുറച്ച് തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തായാലും അത് ആവശ്യം വരും. അതാണ് ആ കാണുന്നതാണ് ഏരിയ 61. കുറച്ച് പോകാനുണ്ട്. ഏതായാലും എൻ്റെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. അതിന് മുമ്പ് ഈ തോക്കൊക്കെ ഒറിജിനലാണോ നോക്കട്ടെ. റിയൽ. ഇവർക്ക് കയ്യൊക്കെ ഒന്നായിട്ട് മുറിവായല്ലോ. എന്നാലും സാരമില്ല. സീജ എന്നെയും ഞാൻ അവനെയും ഒരുപാട് വിശ്വസിച്ചിട്ടുള്ളതാണ്. ഇതാണ് എനിക്ക് തോന്നുന്ന ഏരിയ 61. ഇവിടെ വന്ന 8ന്റെ പണി കിട്ടാറുള്ളതാണ്. പണി 5-6 കേസായി. ഇപ്പൊ ആർമിക്കാരെത്തും. അവരെത്തി. ഞാൻ അമോനാഷനിൽ നിന്നൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും പറ്റത്തില്ല. ഹെഡിനൊക്കെ വെടി കൂടുകയാണെങ്കിൽ പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് ഇവിടുന്ന് കഴിയുന്നത് എസ്കേപ്പ് ആവണം. എനിക്ക് ആ സയൻറ്റിസ്റ്റ് ഒന്ന് കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കാനാണ്. അല്ലാതെ വേറെ ഒന്നിനും വന്നതല്ല ഞാൻ. അവന്മാർക്കാർക്കും ഒരു വിശ്വാസമില്ല. ഇവിടെ നിന്ന് തൊട്ട് ബാക്കിൽ അവന്മാരുണ്ട്. ഞാൻ ബൈക്കിന് പോയി വന്നത്. ഹെഡിനെങ്ങാനും വെടി കൊണ്ടാൽ തീരുമാനമാകും.
ഏരിയ 61 കയറി. ഓക്കെ, ഞാൻ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞ് പോലീസുകാരോടൊക്കെ പൊക്കോളാൻ, കാരണം ഇയാൾക്ക് എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞ്. ഓക്കെ സൈൻസ് സാറേ, ഞാനിപ്പോൾ വന്നത് ഇങ്ങോട്ട് കയറി. ഞാനൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞ ആ പട്ടാളത്തണ്ടികൾ ഇനിയും വരും. ഓക്കെ സാറേ, ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. തമാശയാക്കി എടുക്കരുത്. എന്താന്ന് വെച്ചാൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് സീജെ, നിങ്ങൾക്കറിയാൻ മതിയാവും അദ്ദേഹത്തെ. അയാളെ ഞാനൊരു എലിവശം കലക്കി വെച്ചായിരുന്നു. ഒരു എലിയുണ്ട്, ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട് പുതിയൊരാൾ ജോയിൻ ചെയ്തായിരുന്നു, ടോം. അവൻ്റെ കൂടെ ഇങ്ങ് കയറി വന്നതാണ് എരണം കെട്ട എലി ജെറി. ഓക്കെ, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനൊരു എലിവശം കലക്കി കഴിഞ്ഞ് ഒരു ഇതിൽ വെച്ചായിരുന്നു, ഒരു പാത്രത്തിൽ. സീജ അത് ഞാൻ അവന് കലക്കി കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് അവൻ കുടിച്ച്. അപ്പം മുതൽ 1000 സീജയാണ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് പറ്റിയ ഏതെങ്കിലും മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ? എടാ, നീ എന്തിനാടോ ഏരിയ 61 നിന്ന് പുറത്തിറങ്ങിയത്? ഇവിടെ മുഴുവൻ നല്ല മണൽക്കാറ്റടിക്കുന്ന സ്ഥലമല്ലേ. എടാ സൈൻറ്റിസ്റ്റ്, നീ നല്ല കാര്യം പറ നിങ്ങൾ. ഓ, അത് ഞാനൊരു മരുന്ന് നിനക്ക് തരാം, പക്ഷെ അത് ഏരിയ 61 മാത്രമേ കിട്ടത്തുള്ളൂ. നീ അങ്ങോട്ട് വിട്. ഓ, ഇയാളെ കൊണ്ട് ഇയാളെന്നാ നേരത്തെ പറയണ്ടേ. എടോ പൊതുക്ക് കുടിക്ക്, മരുന്നെടുത്ത് തരണമെങ്കിൽ ഞാൻ ജീവനോടെ ബാക്കി വേണം. ശരിയാ. ഇത് തുറക്കില്ലല്ലോ. ഇല്ല, ഇത് പട്ടാളക്കാർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ഓ, ഇനി അപ്പുറത്തൂടെ വലിയ കാരണം. വേഗം എടുത്തുകൊണ്ട് പോവാ സാറേ, നല്ല ആവശ്യമുണ്ട് എനിക്ക്. നീ ടെൻഷൻ ആവല്ലേ, ഞാൻ എടുക്കാം, നീ പേടിക്കല്ലേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ആവശ്യമുള്ള സമയത്ത് ഓരോരുത്തന്മാർ കയറി വന്നോളൂ. അവനോടാരാ എലിയെ കൊല്ലാൻ എലിവശമൊക്കെ കലക്കി വെക്കാൻ പറഞ്ഞേ? ഒരു എലിക്കണി വാങ്ങി വെച്ചായിരുന്നെങ്കിൽ ഇന്നൊന്നും വരില്ലായിരുന്നു. മണ്ടശീലം. ഇതിൻ്റെ മുകളിലാണുള്ളത്. പക്ഷേ ഈ ടവറല്ല, നാശം. ഓ, ഞാൻ അങ്ങനത്തെ ഒരു മരുന്ന് കണ്ടുപിടിച്ചത് പൊട്ടിപ്പോയില്ലേ. പിന്നെ അത് ഇവൻ്റെ രക്തത്തിൽ കലരുമെന്നും അറിയില്ല. അവനെവിടെ? ടോമി എവിടെ? ടോമി, ഒരു സീരിയസ് കാര്യമുണ്ട്. ടോമി, നീ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നീ പോയി സീജയുടെ ഒരു ഡെഡ് ബോഡിയെ കൊന്നിട്ട് വാ. എന്നിട്ട് ആ ബോഡി ഇവിടെ എത്തിക്കണം. എന്നാൽ പിന്നെ എനിക്ക് അവൻ്റെ ബ്ലഡ് എടുത്ത് റിസർച്ച് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ശരിക്കുള്ള സീജയെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് നിൻ്റെ ഡ്യൂട്ടിയാണ്, അത് നീ തന്നെ ചെയ്യണം. ശരി. എൻ്റെ ഗതികേട്. ഒരുത്തനെ ഞാൻ മെല്ലെ ബൈക്കിൽ കയറ്റിയിട്ടുണ്ട്. അവനോട് പറഞ്ഞ് നീയാണ് ശരിക്കുള്ള സീജയെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അവനെ മെല്ലെ ബൈക്കിൽ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അവനെ മെല്ലെ ഏരിയ 61 എത്തിക്കട്ടെ. ഇതാ ഡെഡ് ബോഡി, ഇതാ സീജയാണ്, ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി വേഗം പോയി ഇവൻ്റെ ഡെഡ് ബോഡി പരിശോധിച്ച് ബ്ലഡ് എടുക്ക്. ആ ബ്ലഡൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോയി മരുന്നുണ്ടാക്കി വരാം. നീ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ, വല്ലാത്തൊരു കഷ്ടപ്പാട്. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സീജ നിൻ്റെ ആരാന്നാ പറഞ്ഞേ? ബെസ്റ്റ് ഫ്രണ്ട്. എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ പോവാം. ഇവിടെ പോയി മരുന്ന് വേഗം ഉണ്ടാക്കണം. അവന് സമയമില്ല എന്നാണ് ധൃതിക്കാരൻ. എൻ്റെ ഹാർട്ട്. യെസ്, ഞാൻ മരുന്നുണ്ടാക്കിയിട്ടുണ്ട്. ടോമിയോടെ യെസ് ടോമി, ഇതാ മരുന്ന്. എന്ത് ഇത് സാറേ, ഇത് മോൾട്ടോഗ് അല്ലേ? അതെ, ഇത് മോൾട്ടോ തന്നെയാണ് മണ്ട. ഇത് മതി. ഇത് നീ എല്ലാ സീജയുടെയും മേലെ എറിയണം. അപ്പോൾ ഇത് എല്ലാത്തും ചത്തു തുടങ്ങും. പക്ഷേ നിൻ്റെ റിയൽ സീജ മാത്രം ഒന്നും പറ്റില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അയ്യോ സാറേ, എനിക്ക് വേണം. എന്നാ പിടി. എന്നാ, എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്നാ കൂട്ടത്തോടെ കത്തിക്കുകയാണ് എല്ലാത്തിനും ഞാൻ. ഇതിൽ റിയൽ സീജ മാത്രം മരിക്കില്ല. എന്നാ എല്ലാതും ചാവും. ഒരുത്തം മാത്രം ജീവനോടെ മതി. ചാവുന്നുണ്ട്. എൻ്റെ റിയൽ സീജനെ കിട്ടി. താങ്ക് ഗോഡ് സീജെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.